വെൽക്കം ബാക്ക് ടു ടെക്ഫ്ലോറ. ദിസ് ഇസ് ബിന്ദു ജോസഫ് ഫ്രം കോഴിക്കോട്. എന്റെ കൈവശമുള്ള ഈ കവുങ്ങിൻ തൈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തിനെ കുറിച്ചാണെന്ന് നമ്മൾ സംസാരിക്കാമെന്ന്. ഇതാ എന്റെ കയ്യിൽ 2 വിത്തടക്കയുണ്ട്. സപ്പോസ് നമുക്ക് എവിടെയെങ്കിലും ചെന്നിട്ട് നമ്മുടെ കയ്യിൽ നല്ല ഒരു വിത്തടക്ക ലഭിച്ചു എന്നിരിക്കട്ടെ. അതിനെ നമുക്ക് പാകി മുളപ്പിക്കണം, അതിനെ തൈയാക്കണം. എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ തൈ പാകുക? സാധാരണഗതിയിൽ നമ്മൾ വിത്തടക്ക എടുക്കുമ്പോൾ അതിന് ഇതിപ്പോ നല്ല വിത്തടക്കയാണ്, നല്ല സൈസിന്റെ നല്ല തൂക്കമുണ്ട്. നമ്മൾ വിത്തടക്ക എടുക്കുമ്പോൾ നോക്കിയതാണ്, ഞെക്കി നോക്കിയാൽ അറിയാം ഇത് കംപ്ലീറ്റ് അടക്ക തന്നെയാണ്. അപ്പൊ നല്ല രീതിയിൽ വിത്തടക്ക നോക്കിയെടുക്കാൻ ആദ്യം ശ്രമിക്കുക. അതിനുശേഷം ഇത് നമ്മൾ സാധാരണഗതിയിൽ പാകി മുളപ്പിക്കുന്ന തവാരണിയിൽ പാകി മുളപ്പിക്കുക ചെയ്യാം. അതിന് നമ്മൾ ഒരുപാട് സ്ഥലം ആവശ്യമാണ്, അതിന് കൃത്യമായ ഇറിഗേഷനും ആവശ്യമാണ്. അതേസമയം മറ്റൊരു രീതിയിൽ ഇന്ന് പാകി മുളപ്പിക്കുന്ന ഒരു രീതി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് നമുക്ക് സ്ഥലം ഒരുപാട് ആവശ്യമില്ല, ഒരു കൊട്ട മാത്രമാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ആ കൊട്ടയിൽ നമുക്ക് 500-600 അടക്ക വരെ ഒറ്റ ട്രിപ്പിൽ ചെറിയൊരു കൊട്ടയിൽ നമുക്ക് പാകാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ആ രീതിയിൽ തവാരണിയിലല്ലാതെ നമുക്ക് ഒരു അടക്ക പാകി മുളപ്പിച്ച് തൈയാക്കുന്നത് എന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത്തരത്തില് നമ്മൾക്ക് അടക്ക പാകുന്നതിന് ആവശ്യമായിട്ടുള്ള കൊട്ട ഇതാണ്. നിറയെ ദൂരങ്ങളുള്ള ഇത്തരത്തിലുള്ളൊരു കൊട്ടയാണ് നമുക്ക് ആവശ്യം. ഇതിന് വലിയ വിലയൊന്നും വരില്ല. ഇതാ അടിയിലും ദ്വാരങ്ങളുണ്ട്, നിറയെ ദ്വാരങ്ങളുള്ളൊരു കൊട്ട. പിന്നെ നമുക്ക് വേണ്ടത് മണലാണ്. ഇതാ മണൽ. ഈ മണലും ഈ കൊട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അടക്ക പാകി മുളപ്പിക്കാനായിട്ട് കഴിയും. ഇത് പെട്ടെന്ന് ഒന്നിച്ച് മുള വരും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ മണൽ ഒരു ലെയറായിട്ട് നിരത്തിയിടുകയാണ്. ഒരു ലെയർ നിരത്തിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് അടക്ക നമ്മൾ പാകി വെക്കുന്നു. ഒരു നിര പാകുന്നു. നമ്മൾ ഇപ്രകാരത്തിൽ ഒരു ലെയർ നമ്മൾ നിരത്തി കഴിഞ്ഞു. നമ്മൾ അടക്ക വെക്കുമ്പോൾ സൂക്ഷിക്കുക, ഈ രീതിയിൽ ഈ ഭാഗം മുകളിൽ വരണം, തലകുത്തനെ ആയി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ മണൽ നിരത്തുകയാണ്. ഒരു ലെയർ അടക്ക നിരത്തി അതിന് മുകളിൽ നമ്മൾ വീണ്ടും പൂഴി അഥവാ മണൽ നിരത്തുന്നു. ഇനി നമുക്ക് വീണ്ടും ഇതിന് മുകളിലേക്ക് നമ്മൾ അടക്ക ആദ്യം നമ്മൾ എങ്ങനെയാണോ ലെയർ ഇട്ടത് അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഇതിന് മുകളിലേക്ക് അടക്ക വെക്കാൻ പോവാണ്. ഇത് നമ്മളുടെ രണ്ടാമത്തെ ലെയറാണ്. ഇതുപോലെ തന്നെ ആദ്യം നമ്മൾ എങ്ങനെയാണോ തലകുത്തനെ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയാണോ നമ്മൾ ആദ്യത്തെ ലെയർ അടക്ക അടുക്കി വെച്ചത് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ലെയറും ഇതുപോലെ ഫില്ല് ചെയ്യുന്നു. ഇത് നമ്മുടെ രണ്ടാമത്തെ ലെയറാണ്. രണ്ടാമത്തെ അടുക്ക് നമ്മൾ അടുക്കി വെച്ചിരിക്കുകയാണ്. തലകുത്തിനെ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ ഈ അടപ്പുള്ള അല്ലെങ്കിൽ ഈ മൂടയുള്ള ഭാഗമാണ് നമ്മൾ മുകളിലേക്ക് വെക്കേണ്ടത്. ഉണക്കടയ്ക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ മുകൾ വശം ഏതാണ് താഴ്വശം ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇങ്ങനെ താന്നു പോകുന്ന വശം മുകളിലായിരിക്കണം. ഇത് ഇതിന്റെ ബോട്ടമാണ്. ഇത് താഴേക്ക് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ അടക്ക പാകുന്നതിന്. ഈ രീതിയിൽ നമ്മൾ രണ്ടാമത്തെ ലെയറും വെച്ചു. ഇനി നമുക്ക് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതിന് മുകളിലേക്ക് വീണ്ടും മണലിടാൻ പോവുകയാണ്. നമ്മളിത് മൂന്നാമത്തെ ലെയറിന് വേണ്ടിയിട്ട് വീണ്ടും മണൽ അഥവാ പൂഴി നിരത്തുകയാണ്. ഇതുപോലെ വീണ്ടും നമ്മൾ മണൽ നിരത്തുന്നു. ഇതിന് മുകളിലേക്ക് അടുത്ത ലെയർ അടക്ക വീണ്ടും നമ്മൾ പാകാൻ പോവാണ്. നമ്മളിത് മണലിട്ട് മൂടി ഈ മുകളിലൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വലിയ നനവ് വേണമെന്നില്ല, ദിവസത്തിലൊന്ന് നമ്മൾ നനയ്ക്കുന്നു. ഇങ്ങനെ നമ്മൾ വേര് പിടിപ്പിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ മുളപ്പിക്കുമ്പോഴുള്ള സവിശേഷത എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒന്നിച്ച് തന്നെ നമുക്ക് മുളച്ച് പൊന്തു എന്നുള്ളതാണ്. എല്ലാം ഒന്നിച്ച് മുള വരും. അതുപോലെ ഒന്നിച്ച് മുള വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നിച്ച് ഇതുപോലെ കൂടുകളിലാക്കിയിട്ട് തൈനെ പെട്ടെന്ന് വലുതാക്കാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ഈ കൊട്ട വാങ്ങിക്കാൻ തൽക്കാലം സൗകര്യമില്ല എങ്കിൽ
മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ വരുന്ന ചാക്കുകൾ മാർക്കറ്റിൽ ഒരു വിലയും കൊടുക്കാതെ ഈ ചാക്കുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇത്തരം ഒരു ചാക്ക് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ അടക്ക പാകി മുളപ്പിക്കാനായിട്ട് സാധിക്കും. ഇതാ അടക്ക പാകിയിട്ട് മുള വന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അടിയിലേക്കുള്ള എല്ലാം എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം ഇതുപോലെ മുള വന്നിരിക്കും. അപ്പോൾ കൊട്ട അവൈലബിൾ അല്ലാത്തവർക്ക് ഒരു രൂപ പോലും മുടക്കാതെ ഈ ചാക്കിനകത്ത് ഇതേപോലെ നമ്മൾ എങ്ങനെയാണോ ഈ കൊട്ടയിൽ പാകിയത് അതുപോലെ അടക്ക പാകി മുളപ്പിച്ച് തൈകളാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സും ഷെയർ ചെയ്യാൻ മറക്കരുത്. ടെക്ഫ്ലോറയിൽ ആദ്യമായാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ we will meet again with a new concept. Till then, bye bye.